ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ചിക്കൻ മധുകൂത്താണ്. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാൾ ഉള്ള കാരണം ഞങ്ങൾ കുറച്ച് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ആദ്യമായിട്ടായ കാരണം. അപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കരയാമ്പൂ ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഐസ്ക്രീമിൻ്റെ പത്രത്തെ നമുക്ക് ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളകും കൂടിയിട്ട് ഇടണം നമുക്ക്. അപ്പോൾ കുരുമുളക് ഞാൻ പൊടിയാണ് ഉള്ളത്, അപ്പോൾ അതായത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ചിരിക്കണം. സവാള നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം പറയാം ഏതാ ടേസ്റ്റ് എന്നൊക്കെ പറയാം. ആജൂസോടെ നിൽക്കുന്നുണ്ട്. ആജൂസിനെ കണ്ടുകൊടുത്തേ. ആച്ചൂസ് ഇന്ന് വരെയുള്ള എല്ലാം നോമ്പ് എടുത്തിട്ടുണ്ട്. ആച്ചൂസിന്റെ കിടക്കമാണ്. ആച്ചൂസ് ഇന്ന് വരെയുള്ള നോമ്പുകളൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ആച്ചൂസിന് സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പവറിൽ ആച്ചൂസ് ഇങ്ങനെ നോമ്പ് എടുത്തിട്ട് ഇങ്ങനെ സ്മാർട്ട് ഗേളായിട്ട് നിൽക്കണം. ഇതെല്ലാം സവോള വാടട്ടെ. സവോള വാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. നമ്മളെ സവാള ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം നമുക്കത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പാൻ പള്ളി പോകാറുള്ളതാണ്. ഇന്ന് അപ്പാൻ പള്ളിയിൽ പോകില്ല. അപ്പാന് ആദ്യമായിട്ട് വീട്ടിൽ നോമ്പ് തുറക്കാം. അപ്പാൻ നോമ്പ് തുടങ്ങി പിന്നെ വീട്ടിൽ നോമ്പൊന്നുമില്ലല്ലോ, പള്ളിയിലായിരുന്നു അല്ലേ. അന്ന് ഫാമിലി ആയിട്ട് രഹനമാവി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ എന്താ പറയാ സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നിടുക ഇവിടെ. പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റ് ഒരു 2 തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ആക്ച്വലി അഫാൻക്ക് ബിരിയാണി നെയ്ച്ചോറ് ഐറ്റംസുകളൊന്നും അഫാൻക്ക് ഇഷ്ടമില്ല. അഫാൻക്ക് വെറും ചോറ്, പിന്നെ ചപ്പാത്തി, വെള്ളപ്പം, അവക ഐറ്റംസുകളൊക്കെയാണ് അഫാൻക്ക് ഇഷ്ടം. അപ്പോൾ ചിക്കൻ മധുകൂത്ത് ഇതുവരെ ഉണ്ടാക്കാത്ത കാരണം ഞാൻ വിചാരിച്ചു ചിക്കൻ മധുകൂത്ത് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അഫാനോട് ഇന്നലെ പറഞ്ഞു നമുക്ക് ചിക്കൻ മധുകൂത്ത് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞു. ക്യാമറ ഇങ്ങോട്ട് പിടിക്കും. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ തക്കാളി പേസ്റ്റ് ഒക്കെ ഒഴിച്ചാൽ ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് അതിലേക്ക് കളിക്കൂ. ഓക്കെ, കട്ട്.
നമുക്കേ ഇതിലേക്ക് പച്ചമുളക് നമുക്ക് എന്താ പറയാ മുഴുവനോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇത് ഒരെണ്ണം ഒരു പഴുത്തത് ഞാൻ മുഴുവനോടെ ഇട്ട് കൊടുത്ത് ഇത് ഞാൻ ഇങ്ങനെ പൊളിച്ചിടാം. നടു പൊളിച്ചിങ്ങനെ ഇടും. ഒരു ഉണക്ക ലോബി, ഉണക്ക നാരങ്ങാന്നൊക്കെ പറയും. ഇത് എൻ്റെ വാപ്പൊക്കെ ഗൾഫിലുള്ള സമയത്ത് ഇത് പിന്നെ ഏലക്കായ, കരയാമ്പൂ ഇതൊക്കെ ഇഷ്ടംമാതിരി നമുക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇന്ന് നമുക്കത് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലത്തെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അറബിക് മസാല ആണ്. അറബിക് മസാല യാതൊരു മായവും ചേർക്കാതെ നല്ല പ്യുവറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതെൻ്റെ വാപ്പാടെ സ്പെഷ്യലാണ്. ഞാൻ പൊന്നും പൊടി സൂക്ഷിക്കുന്ന പോലെയാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് അറബിക് മസാല. എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് പുറത്താക്കുന്ന നിങ്ങൾ കൊണ്ടുവരാറുള്ളതാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം വെച്ചാൽ മാഗി ക്യൂബാണ്. നമ്മൾ 1/2 കിലോ റൈസ് വെക്കും, നമ്മൾ ബസുമതി റൈസ്. അപ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മാത്രം മാഗി ക്യൂബ് ഇടുന്നു. ഇതിൻ്റെ കൂടുതലാണെന്നുള്ളത് അറിയില്ല, ഫസ്റ്റ് ട്രൈയിങ് ആയ കാരണം നമുക്കൊന്ന് നോക്കി വെക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ടെങ്കിലും പറയും, ടേസ്റ്റ് ഇല്ലെങ്കിലും അഫാൻ തുറന്ന് പറയുന്നതായിരിക്കും അല്ലേ അല്ലേ? പറയടാ. നോക്കിയേ നമ്മളെ മസാലൊക്കെ ഇവിടെ നല്ല മണം. ഒരു അറബിക് മസാലയുടെ മണം അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നോമ്പായ കാരണം വല്ലാണ്ട് മണക്കാൻ പറ്റില്ല. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ. ബിസ്മില്ലാഹി. ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തു. നമുക്കിനി മസാലയിലിട്ട് ഇതൊന്ന് ഇങ്ങനെ വെരികി ഇങ്ങനെ എടുക്കാം. കാണണ്ട. എന്തായാലും നമുക്കൊരു ആദ്യം തന്നെ ഒരു ഹാഫ് കുക്കെങ്കിലും ചിക്കൻ നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടാവണം. അപ്പൊ നമുക്ക് ചിക്കനിത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും. അതിനുശേഷം നമുക്ക് റൈസ് ഇട്ട് വേവിക്കാം. അപ്പൊ ഒന്നും കൂടി നമുക്ക് നമ്മള് തണ്ണിമത്തൻ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇന്ന് വാങ്ങിച്ചേക്കുന്നത് മഞ്ഞ കളറുള്ളതാണ്. ഓ അടിപൊളി അടിപൊളി. ഇതൊക്കെ 2 കഷ്ണമൊക്കെ ഒരു തിന്നുള്ളൂ, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോമ്പ് തുറക്കാൻ ആ ജ്യൂസ് അവിടെ നിന്നിട്ട് ഞങ്ങളിന്ന് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങളിതാ സമൂസ വാങ്ങിച്ചു. കട്ട്ലേറ്റ് പിന്നെ പഴമണിയോ റൂമിലേക്ക് എന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോയിരുന്നോ? ഇല്ല. ഇവിടെ ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് പറയൂട്ടാ. കാരണം റൂമിൽ പോകും, എന്തെങ്കിലും എടുക്കാനൊക്കെ ആയിട്ട് പോകും. ആരാ പോയത്? ആ റൂമിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് പോയി.
തന്നെ കൂടുതലാണ് തണ്ണിമത്തൻ അല്ലേ? നമുക്ക് സൈഡിൽ മുന്തിരി വെക്കാം. അതായത് വെച്ചോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പൊരിച്ച വിഭവം. സമൂസ ആൻഡ് കട്ട്ലൈറ്റ് നമുക്കിവിടെ വെക്കാം. ഇവിടെ നമുക്ക് മുന്തിരി വെക്കാം. ഓക്കെ, തണ്ണിമത്തന് ഇത്ര മതി. നമുക്ക് നാളെ എടുക്കാം. ചിക്കൻ ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റ് നമ്മൾ അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മള് 1/2 കിലോ അരി, അതായത് ഏകദേശം ഒരു ചെറിയ 2 കപ്പ് അരിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ 2 കപ്പ് അരി ആകുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലവരൊക്കെ ഇപ്പൊ എന്താ പറയാ ബിരിയാണിയുടെ അരി കൊണ്ടൊക്കെ ഇപ്പൊ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി താത്ത എന്തുട്ട പറയണേ? താത്തയുടെ ഷാളിട്ടിട്ട് വന്നു. താത്താനെ കാണിച്ചു കൊടുക്കൂ. താത്ത കാണിച്ചു കൊടുക്കൂ. ക്യാമറ താഴത്ത് കാണിച്ചു കൊടുക്കൂ. കോഴി അടങ്ങുക. ഓ ഏകദേശം ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് നമ്മൾ നേരത്തെ എന്താ പറയാ മുഴുവനോടില്ലാത്ത കാരണം പൊടി ഇടാൻ വന്നിട്ടുണ്ട്. അച്ചുസാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഓർമ്മിപ്പിച്ചു. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പാത്രം കംപ്ലീറ്റ് അച്ചൂസ് കഴുകുന്നതാണ്. നമ്മളെ ചെറുനാരങ്ങ നല്ല അതിങ്ങനെ എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് കറുപ്പ കളറില്ലേ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കേണ്ടതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. കൈ വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ വെള്ളം ആവശ്യത്തിന് അതിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ വെള്ളം എടുത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കും. ചോറല്ലത് അരിയാണ്. നമുക്ക് മാഗി ക്യൂബ് ഇട്ട കാരണം നമുക്ക് ഇത് ഉപ്പ് ഒക്കെ ഇതിലുണ്ടാവും. ഇനി എങ്ങാനും നമ്മൾ മാഗി ക്യൂബ് ഇട്ടത് കുറവാണെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം ഉപ്പിടാം. അപ്പോൾ നമ്മൾ കുറച്ച് അരി എടുത്ത കാരണം ഞാൻ ഒരു മാഗി ക്യൂബ് ഇട്ടിട്ടുള്ളൂ. ഇനി അരി കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാഗി ക്യൂബും കൂടി കൂട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഒന്നുകൂടി വന്നിട്ട് ഇളക്കും. അതിന് ശേഷം ഇത് സെറ്റാവും. ഓക്കെ, സ്പെഷ്യലാണ്. അഫാന് നോമ്പ് വീട്ടിൽ തുറക്കുന്ന കാരണം അഫാനക്ക് സ്പെഷ്യൽ നമ്മൾ കരിക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയിടാം.
കൊടുത്തു നോക്കാം. ശരിക്കും പറ എങ്ങനെയുണ്ട്? രസമുണ്ടാ? ഓക്കെ, ഇനി ആ ക്യാമറ വാങ്ങുമ്പോൾ ഫല കാണിക്കൂ. ക്യാമറ ആർട്ടിസ്റ്റ് വാങ്ങും. ചിക്കനൊക്കെ ഇതേ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തുണ്ട് കേട്ടോ. മയോണൈസ്, ചിക്കൻ, ഉപ്പും എല്ലാതും കറക്റ്റാണ്.